അപ്പോൾ നമ്മുടെ ഗെയിമിനുള്ളിൽ എയ്ത്താനൻസിലാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ നമുക്ക് ഫ്രീ റിവാർഡ്സ് കിട്ടും, എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നും പിന്നെ ഗോൾഡൻ കളറിൽ ക്രിമിനൽ നമ്മുടെ ഗെയിമിനുള്ളിൽ വരുന്നുണ്ട്. അത് ഏത് ഇവന്റിലൂടെ വരാൻ പോകണമെന്നൊക്കെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മാജിക് ക്യൂബ് കിട്ടുമോ കിട്ടില്ല എന്നൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം, ചർച്ച ചെയ്യാം. അതൊക്കെ ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഗെയിമിംഗ് ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് വരാൻ പോകുന്ന ഇവന്റ്സ് ആൻഡ് അപ്ഡേറ്റിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. പിന്നെ സ്പിന്നിങ് വീഡിയോസ് ഒക്കെ ഗെയിമിനെ കുറിച്ച് ഇടുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ്, നിങ്ങൾക്ക് ചാനലും ചെക്കൗട്ട് ചെയ്ത് അറിയാവുന്നതായിരിക്കും. നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഗെയിമിനുള്ളിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ ഇത്താൻസർ ഇവന്റ് വരാൻ പോവുകയാണ്. അപ്പോൾ 20-ാം തീയതിയാണ് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ പറ്റുന്ന പോലെ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ 2 മെയിൻ ബണ്ടിൽസ് വരുന്നുണ്ട് നമ്മുടെ പെയ്ഡ് ഇവൻ്റ് ആയിട്ട്. അപ്പോൾ ഇത് കാണുന്ന പോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെയിൽ ബണ്ടിലാണ് കാണാൻ പറ്റുക. അപ്പോൾ എൻ്റെ ജാക്കറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ഒരു വെള്ള തീമിലും കുറച്ച് എഫക്റ്റൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒരു ഫീമെയിൽ ബണ്ടിൽ എൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു പെയ്ഡ് ഇവൻറ്റിലായിരിക്കും നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് വരാൻ പോകുന്നത് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ കാണാൻ പറ്റുന്ന പോലെ G30 ഒരു സ്കിന്നും വരുന്നുണ്ട്. അതിൻ്റെ എഫക്റ്റൊക്കെ ചെറുതായിട്ട് 8-ന്റെ രീതിയിലൊരു എഫക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇതും നമ്മുടെ ഫ്രീ ആയിട്ടല്ല, നമുക്ക് പെയ്ഡ് ഇവൻറ്റിൽ ആയിരിക്കും വരിക. അപ്പോൾ ഇതും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു കാണാൻ പറ്റുന്ന പോലെ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് 8-ന്റെ. ഇതിലൊക്കെ 8 എല്ലാത്തിലും ഒരു 8th ആനിവേഴ്സറി ആയതുകൊണ്ട് 8-ന്റെ ഒരു സിമ്പിൾ അവർ പതിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ ഒരു നോർമലായിട്ടുള്ള എഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു സ്കിന്ന് വരുന്നുണ്ട്. ഇത് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് വേറെ ഗ്ലൂ വാൾ കൺഫേം ആയിട്ടുള്ളതുകൊണ്ട് ഇതൊരു പെയ്ഡ് ഇവൻറ്റിലായിരിക്കും വരിക. അപ്പോൾ ഇതേപോലത്തെ ഒരു റിംഗ് ഇവൻറ്റിലായിരിക്കും നമ്മുടെ ഗെയിമിനുള്ളിൽ ഈ ഒരു ഐറ്റംസ് ഒക്കെ വരാൻ പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ റിംഗ് ടോക്കൺ ആണ്, അതുകൊണ്ട് അധികം കുഴപ്പമില്ല, ചിലവുണ്ടാവില്ല. നമ്മളിൽ അത്യാവശ്യം യൂണിവേഴ്സൽ റിംഗ് ടോക്കൺ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ സേവ് ആക്കി വെച്ച് ഈ ഒരു മെയിൽ ബണ്ടിൽ അടിപൊളിയായിട്ടുണ്ട്. മെയിൽ ബണ്ടിൽ എടുക്കാൻ നമുക്ക് ജാക്കറ്റൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു പെയ്ഡ് ഇവൻറ്റിൽ കൺഫേം ആയിട്ടുണ്ട്. ഇത് അടുത്ത പ്രാവശ്യം ഇതൊക്കെ വൈകാതെ തന്നെ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് മെയിനായിട്ട് ഫ്രീ റിവാർഡ്സ് എന്താ കിട്ടും നമുക്ക് നോക്കാം. നമ്മുടെ 8th ആനിവേഴ്സറിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒരു വലിയൊരു ഇവൻ്റാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രീ റിവാർഡ്സ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ കാണുന്ന പോലത്തെ ഒരു മെയിൽ ബണ്ടിൽ, ഈ ഒരു മെയിൽ ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. കാണാൻ പറ്റിയ ഒരു അടിപൊളി കുഴപ്പമില്ലാത്തൊരു ജാക്കറ്റും കുഴപ്പമില്ല, എല്ലാത്തിലും ഒരു ജാക്കറ്റ് അടിപൊളിയായിട്ടുണ്ട്. പാൻറ്റൊക്കെ ഷോക്ക് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഇതേപോലത്തെ ഒരു ബാറ്റിൽ കാർഡ്, ഓക്കെ, ബാറ്റിൽ കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അവതാർ ബാനർ, അതും കുഴപ്പമില്ലാത്ത 2 അതും ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു ജീപ്പിൻ്റെ സ്കിന്നാണ്, ഈ കാണുന്ന ജീപ്പിൻ്റെ സ്കിൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് എഫക്റ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ജീപ്പിൻ്റെ സ്കിന്നാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള കുറച്ച് കളർ എഫക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. പിന്നെ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു ലൂട്ട് ബോക്സ് കാണാൻ പറ്റും. ഇത് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. എല്ലാത്തിലും 8-ന്റെ സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത് അവർ. പിന്നെ ഈ ഒരു ഗ്ലൂ വാളാണ് മെയിനായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ, ഈ ഒരു ഗ്ലൂ വാളാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ കെല്ലിയുടെ ചിത്രം കൊടുത്തിട്ടുള്ള ഒരു ഗ്ലൂ വാളാണ്. ഇത് നമുക്കൊരു വോട്ടിങ്ങിലൂടെയാണ് വന്നത്. വോട്ടിങ്ങിലൂടെ എല്ലാ പ്ലേയേഴ്സും തിരഞ്ഞെടുത്തത് ഈ ഗ്ലൂ വാളാണ്. അപ്പോൾ ഈ ഗ്ലൂ ആണ് നമുക്ക് വരാൻ പോകുന്നത്, ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് നമുക്ക് മാജിക് ക്യൂബ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് കുറച്ച് കാലങ്ങളായി. നമുക്ക് കഴിഞ്ഞ ദീപാവലിക്കാണ് ഫ്രീ ആയിട്ട് മാജിക് ക്യൂബ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ 8th ആനിവേഴ്സറി വരാൻ പോലെ 8th ആനിവേഴ്സറി ഭാഗമായിട്ട് നമുക്ക് ഗെയിമിനുള്ളിലേക്ക് ഫ്രീ ആയിട്ട് മാജിക് ക്യൂബ് കിട്ടാൻ പോവുകയാണ്. എല്ലാ പ്ലേസിനും ഫ്രീ ആയിട്ട് മാജിക് ക്യൂബ് കിട്ടാൻ പോവാണ്. അപ്പോൾ ചെറിയൊരു മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫുൾ മാജിക് ക്യൂബ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് എന്തായാലും 100% കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് ഫ്രീ മാജിക് ക്യൂബ് വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല ബണ്ടിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാജിക് ക്യൂബ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നുണ്ട്. നമ്മുടെ ഒരു ഇവൻറ്റിൻ്റെ നമ്മുടെ 8th ആനിവേഴ്സറിയുടെ പീക്ക് ഡേയിലായിരിക്കും ഇത് കിട്ടാൻ പോവുക. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ക്രിമിനൽ, അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന വിഷയമാണ് നമ്മുടെ ക്രിമിനൽ ബണ്ടിൽ. നമ്മുടെ ഗോൾഡൻ ക്രിമിനൽ വരുന്നുണ്ട്. ഗോൾഡൻ ടീമിലൊരു ക്രിമിനൽ ബണ്ടിൽ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് വരാൻ പോവാണ്. അപ്പോൾ ഇതേ കണ്ടാൽ പണം കോയിനൊക്കെ വാരി വിതറിയിട്ടാണ് ഗെയിമിനുള്ളിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു പെയ്ഡ് ഇവൻറ്റിലാണ് ഗെയിമിനുള്ളിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ കാണാൻ പറ്റുന്ന പോലെ ഒരു ഗോൾഡ് തീമിലാണ് ഫുള്ളായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ ഗോൾഡ് തീമിൽ കാണുമ്പോൾ രസമില്ല, ഗോൾഡ് ആൻഡ് വൈറ്റ് തീമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ കാണാൻ നല്ലൊരു ചന്തമുണ്ട്, ഭംഗിയുണ്ട്. പിന്നെ കാണാൻ പറ്റുന്ന പോലെ ഒരു ബാറ്റിൽ കാർഡ് നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് വരാൻ പോവാണ് ഇതിൻ്റെ ഒരു തീമിൽ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഗ്ലൂ വാളിൻ്റെ സ്കിൻ, മെയിനായിട്ട് ഈ ഗ്ലൂ വാളിൻ്റെ സ്കിൻ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ക്രിമിനലിൻ്റെ തല അവിടെ ഇടയ്ക്കും പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കാണാൻ പറ്റുന്ന ഒരു CCTV ക്യാമറ ചെറുതായിട്ട് അവിടെ ഇടയ്ക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റൊക്കെ കാണാൻ പറ്റുക അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ ഒരു 3D എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഉള്ളിൽ മൊത്തം ലോക്കർ പോലെ ഒരു ഗോൾഡൊക്കെ വെച്ച് നിറച്ചിട്ട് അതിൽ അടിപൊളിയായിട്ടുണ്ട്. എഫക്റ്റൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ എഫക്റ്റ് ചെറുതായിട്ട് അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ സ്കൈവിങ്ങിൻ്റെ ഒരു സ്കിന്ന് വരുന്നുണ്ട്. 4 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന സ്കൈവിങ്ങിൻ്റെ സ്കിൻ. അപ്പോൾ എന്തായാലും ഗോൾഡ് കളറിലേക്ക് വരുന്നുണ്ട്, വൈറ്റ് കളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പണമൊക്കെ വാരി വിതറുന്നുണ്ട്. പണം നമുക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞിട്ടൊരു വാരി വിതറുന്ന പോലത്തെ ഒരു സ്കൈവിങ്ങിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റിലൊരു ഗോൾഡ് കളറിൽ ക്രിമിനലിൻ്റെ ഫേസ് പതിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാത്തിലും ഗോൾഡ് കളറാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്കൈവിങ്ങിൻ്റെ സ്കിൻ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് വരുന്നുണ്ട് ക്രിമിനലിനെ ബേസ് ചെയ്തിട്ട്. പിന്നെ ഇതേപോലെ ഒരു ഇമോട്ട് ക്രിമിനലിനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. പണക്കിന് വാരി വിതറിയിട്ട് ഗോൾഡ് കോയിനൊക്കെ ഇങ്ങനെ കളയാണ്, പണം പോട്ടെ പവർ വരട്ടെ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഒരു ഇമോട്ട് വരുന്നുണ്ട്. നല്ല ഒരു ചെറുതായിട്ട് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇമോട്ടിന്.
അപ്പോൾ ഗരീനക്കാരുടെ ഒരു മെയിൻ അടവാണ് മ്യൂസിക്കൊക്കെ ഇമോട്ടിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റി വെക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ഇമോട്ടാണ് ഗെയിമിലേക്ക് വരാൻ പോകുന്നത്. എന്തായാലും കാണാൻ നല്ല അടിപൊളി ഗുമ്മുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ എനിമേഷൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്ന പോലെ ക്രിമിനലിനെ ബേസ് ചെയ്ത് വരാൻ പോകുന്ന ഒരു എനിമേഷനാണ്, കാണാൻ പറ്റും. അപ്പോൾ ഗോൾഡ് ലോക്കറിലേക്ക് ഇടിച്ച് കയറുന്ന കാറിൽ നിന്ന് പണം ഇതറി കയറിയ പണം കുറച്ച് കട്ടുകൊണ്ട് പോയിട്ട് ഓക്കെ. ഇതേപോലത്തെ ഒരു എനിമേഷൻ വരുന്നുണ്ട്. പിന്നെ സ്കൈത്തിൻ്റെ സ്കിന്ന് വരുന്നുണ്ട്. സ്കൈത്തിൻ്റെ സ്കിൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ക്രിമിനലിൻ്റെ തല മുഖച്ചിത്ര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഫക്റ്റ് ഒന്നും ഇല്ലെങ്കിലും നോർമലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്കൈത്തിൻ്റെ സ്കിന്ന്. പിന്നെ കാണാൻ പറ്റുന്ന പോലത്തെ ഒരു കാറിൻ്റെ സ്കിന്നാണ് വരാൻ പോണത്. ഓക്കെ, കാറിൻ്റെ സ്കിന്ന് വരുന്നുണ്ട്, മഞ്ഞ കളറിൽ കാറ്. അപ്പോൾ ഇതെന്തായാലും വലിയ രസമൊന്നുമില്ല. ഇതെന്നൊക്കെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു കാറിൻ്റെ സ്കിന്നാണ്, എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ ഒരു ലൂട്ട് ബോക്സ് കാണാൻ പറ്റുന്ന പോലെ മഞ്ഞ കളറിൽ റെഡ് കളറിലൊക്കെ അവിടെ ചെറുതായിട്ടൊരു പെയിൻ്റൊക്കെ അടിച്ചിട്ട് എന്തായാലും നല്ല രസമുണ്ട്, ഗുമ്മുണ്ട് കാണാൻ. അപ്പോൾ മൊത്തം ഒരു മഞ്ഞ കളറിലാണ് നമ്മുടെ ഗോൾഡൻ ക്രിമിനൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിലുള്ള സാധനങ്ങൾ മഞ്ഞയിൽ ആണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. മഞ്ഞയിലാണ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അതിന് രസമുണ്ട് കാണാൻ പറ്റുന്ന പോലെ. അപ്പോൾ ഇതൊക്കെ ഏത് ഇവൻറ്റിലാണ് വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു റിംഗ് ഇവൻറ്റിലാണ് നമ്മുടെ ഗെയിമുകളിലേക്ക് നമ്മുടെ ക്രിമിനൽ ബണ്ടിൽ വരാൻ പോകുന്നത്, നമ്മുടെ ഗോൾഡൻ ക്രിമിനൽ. അപ്പോൾ കാണാൻ പറ്റുന്ന പോലെ നമുക്കൊരു വേറൊരു ക്രിമിനൽ വരുന്നുണ്ട്. അത് റിട്ടടിക്കുന്നതാണ് നമ്മുടെ നിയോൺ ക്രിമിനൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗെയിമിനുള്ളിലേക്ക്. അപ്പോൾ ഈ ഒരു ക്രിമിനലും ചേർത്തിട്ടാണ് ഈ ഒരു ഇവൻറ്റിലൂടെ വിടാൻ പോകുന്നത്. അപ്പോൾ നിയോൺ ക്രിമിനൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു 200 സ്പിന്നിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് ഒരു ക്രിമിനൽ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് ഈ ഒരു സ്പിന്നിങ് ഇവൻ്റ് ഇവർ കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും 200 സ്പിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4000 ഡയമണ്ട് എന്തായാലും നിങ്ങൾ സേവ് ആക്കി വെച്ചു ഈ ഒരു ഇവൻറ്റിലേക്ക് നിങ്ങൾ സ്പിൻ ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഇത്രയ്ക്കും വലിയൊരു ബിഗ്ഗസ്റ്റ് ഇവൻ്റാണ് വരാൻ പോകുന്നത്. സ്കാം ഇവൻ്റ് ആണ്. ഓക്കെ, എത്രയും 4000 ഡയമണ്ട് പൊട്ടിച്ചാൽ ചിലപ്പോൾ നിയോൺ ക്രിമിനലായിരിക്കും കിട്ടാൻ പോകുക. ചിലർക്ക് ഭാഗ്യം ഇല്ലെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ ഗോൾഡൻ ക്രിമിനലിന് കിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും നിയോൺ ക്രിമിനലിൻ്റെ സ്ഥാനത്ത് വേറെ വല്ല ക്രിമിനൽ കൊടുക്കുകയാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടി രസമുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ക്രിമിനൽ ബണ്ടിലിൻ്റെ കാര്യം. പിന്നെ നമ്മൾ നേരത്തെ കണ്ട അനിമേഷൻ നമ്മുടെ ഫെഡറൽ വീൽ ഇവൻറ്റ് വഴിയാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ 1000 ഡയമണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അനിമേഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ സ്കൈ വിങ്ങിൻ്റെ സ്കിന്നും കൂടിയും ഇതിലേക്ക് ചിലപ്പോൾ ആഡ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ കൊണ്ടുവരാം. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ഫെഡറൽ വീലിൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതലൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് കാണാൻ പറ്റും. നമ്മുടെ ലോക്കറിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ച് കയറിയിട്ട് പണക്ക് വിതറി കാറിലേക്ക് ഇട്ട് കാറിനോട് പറന്ന് പോകാൻ പറയും. ഓക്കെ, ഇതേപോലത്തെ ഒരു അനിമേഷനാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ MVP ആകുമ്പോഴും നമ്മുടെ ലോബിയിലേക്ക് കയറുമ്പോഴേക്കും ഇങ്ങനെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ ലോബിയിലേക്ക് കയറുമ്പോഴേക്കൊക്കെ അടിപൊളി ഒരു അനിമേഷനാണ് വരാൻ പോകുന്നത്. അതായത് ഗുമ്മുണ്ട്. അപ്പോൾ കാണുമ്പോൾ എല്ലാവരും നന്താളിച്ച് നിൽക്കും. ഓക്കെ, ഇതേപോലത്തെ ഒരു അനിമേഷൻ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് ഇതേപോലത്തെ ഒരു ലക്കി റോയിൽ വഴിയായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുക. അതിൻ്റെ ഒപ്പം തന്നെ വേറെ നിയോൺ ക്രിമിനലിൻ്റെ ഗ്ലൂ വാളില്ല, അതുണ്ടാവും. അപ്പോൾ കാണാൻ പറ്റിയ പോലത്തെ ഇതേപോലത്തെ ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്. ഈ 2 ഗ്ലൂ വാളിൻ്റെ സ്കിന്നായിരിക്കും മെയിനായിട്ട് നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് ലക്കി റോയിൽ ഇവൻറ്റ് വഴി വരാൻ പോകുക. പിന്നെ 2 ഗ്ലൂ വാൾ വേറെ എക്സ്ട്രാ ഉണ്ടാവും. അത് നോർമലായിട്ടുള്ള ഗ്ലൂ വാളിൻ്റെ സ്കിന്നാൻസാണ്. അപ്പോൾ ഇതും ഈ ഒരു 4 ഗ്ലൂ വാളിൻ്റെ സ്കിന്നായിരിക്കും നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് ഇതേപോലത്തെ ഒരു ഇവൻറ്റിൽ വരിക. അപ്പോൾ എന്തായാലും 3000 ഡയമണ്ട് 2000 ഡയമണ്ട് ഉള്ളിൽ കിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ പല ഇവൻറ്റ് വഴിക്കായിരിക്കും നമ്മുടെ ക്രിമിനലിൻ്റെ ഐറ്റംസ് ഇവർ കൊണ്ടുവരാൻ പോവുക. അപ്പോൾ കുറച്ച് ലാഭം അവർക്ക് വേണമല്ലോ ഗെയിമിനുകാർക്ക് ഗരീനക്കാർക്ക്. ഓക്കെ, എന്തായാലും നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇതേപോലത്തെ ഇവൻറ്റ് വരുന്നുണ്ട്. ഗ്ലൂ വാളൊക്കെ എടുക്കണമെങ്കിൽ എന്തായാലും ക്രിമിനൽ ബണ്ടിൽ നമ്മളെന്തായാലും ഉപേക്ഷിക്കേണ്ടി വരും. അത്രയും ഡയമണ്ട് നമുക്ക് എന്തായാലും സ്പിൻ ചെയ്യാൻ പറ്റില്ല. മൊത്തം ചിലവാക്കണമെങ്കിൽ തന്നെ ഒരു 1000-10000 ഡയമണ്ട് ഒരു പൊട്ടിക്കും ക്രിമിനലിൻ്റെ ഇവൻറ്റ് വഴി തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ കണ്ട എന്താ പറയുക നമ്മുടെ ഒരു ലൂട്ട് ബോക്സിൻ്റെ സ്കിന്നും സ്കൈറ്റിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഏറെ കൂടുതലാണ്. അതെന്തായാലും ഫ്രീ ആയിട്ട് കിട്ടായിരിക്കും. എന്തായാലും കുറേ ഇവൻറ്റ് വഴിക്ക് ഇവർ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ക്രിമിനലിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവൻറ്റ് വഴിക്കാണ് അവർ ഇടുന്നത്. എന്തായാലും ഈ നോർമൽ സാധനമൊക്കെ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് അവർ ഫ്രീ ആയിട്ട് തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ക്രിമിനൽ ബണ്ടിൽ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് വരാൻ പോവുക. അപ്പോൾ ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് ഈ ഒരു ഇവൻറ്റ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കൺഫേം ആയിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ക്രിമിനൽ ബണ്ടിൽ വരുന്നതിൽ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മളൊരു സ്പിന്നിങ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോൾ നമ്മൾ 8 നമ്മുടെ യൂണിവേഴ്സൽ റിംഗ് വൗച്ചർ വെച്ച് സ്പിൻ ചെയ്യണ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്കൊരു ലാസ്റ്റ് ഒരു സർപ്രൈസ് ആയിട്ടൊരു സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കണ്ടു നോക്ക്. നിങ്ങൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഒരു അടിപൊളി ട്രിക്കിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടിട്ടൊന്ന് വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.